വെൽക്കം ടു അനൂസ് കിച്ചൺ. സദ്യയിൽ പരിപ്പ് കഴിഞ്ഞാൽ പിന്നെ സാമ്പാർ കൂട്ടി ഒരു ഉരുളയെങ്കിലും വായിൽ വെക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. വളരെ ടേസ്റ്റിയായ ഈ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്കായി ഒരു 180 ഗ്രാം സാമ്പാർ പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് മാറ്റാം. ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 2.5 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് 2 വിസിൽ കേൾക്കുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പുളിവെള്ളം തയ്യാറാക്കാം. ഇതിലേക്കായി ഒരു നെല്ലിക്ക വലിപ്പത്തിലെ പുളിയെടുത്ത് ഇളം ചൂടുവെള്ളം കുറച്ച് മതിയാവും, അതും കൂടെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. പിന്നെ ഇതിനാവശ്യമുള്ള വെജിറ്റബിൾസ് റെഡിയാക്കാം. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്കായി നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കത്തിരിക്ക എടുത്തിട്ടുണ്ട്, വെണ്ടയ്ക്ക, കറിവേപ്പില, ചേമ്പ്, ക്യാരറ്റ്, മത്തൻ, പച്ചമുളക്, മുരിങ്ങയ്ക്ക, പിന്നെ ബീൻസ്, പടവലങ്ങ, തക്കാളി, വെള്ളരിക്ക, പിന്നെ മല്ലിയില, ഇത്രയുമാണ് എടുത്തേക്കുന്നത്. റെഡിയാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ ആവിയൊക്കെ പോയിട്ടുണ്ടാവും. ഈ സമയം ഇതൊന്ന് തുറന്നിട്ട് നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം കൂടെ ചൂടാക്കി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. തുടർന്ന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക, തക്കാളിക്ക, പിന്നെ മല്ലിയില, ഇത്രയും മാറ്റി വെച്ചേക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ മൂടി വെച്ച് അടച്ച് വേവിക്കാവുന്നതാണ്. 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ എരിവിനനുസരിച്ച് മുളക് പൊടിയും പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊരു മൂടി വെച്ച് അടച്ച് ഒരു 20 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കുക്കറിലാണെങ്കിൽ ഇതെല്ലാം കൂടെ ഇട്ട് ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കോരിയെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തുടർന്ന് തക്കാളിക്കയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അവസാനമായി അതിലേക്ക് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് കടുക് താളിച്ച് ഇതിലേക്ക് ഒഴിക്കാം. പാനിൽ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട ശേഷം ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കായവും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. 1 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാമ്പാറിന്റെ കൂട്ടിലേക്ക് ഇത് ചേർത്ത് കൊടുക്കും. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സദ്യയുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ടാവും.